പലരുടെയും ജീവിതത്തിൽ ഒരു നല്ല തീരുമാനം എടുക്കാൻ ഒത്തിരി പേരൊരു എന്താ പറയാ ഒരു 50-55 വയസ്സ് കഴിഞ്ഞവരോടൊക്കെ നമ്മളിത് പറയുമ്പോ ഇനി എന്ത് പ്രായമായില്ലേ എന്നൊക്കെയുള്ള അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഒരു ഐ ഓപ്പണിംഗ് സെഷൻ ആയിരിക്കും ഇന്നത്തത്. അപ്പൊ പറ്റാവുന്നവരൊക്കെ ഒന്ന് കോൾ ചെയ്യാൻ. ഈ ഒരു പ്രോഗ്രാമില് നമുക്ക് നല്ലൊരു ക്ലാസ് നൽകുവാനായിട്ട് ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്ന മഴുവഞ്ചേരി മനയില് മഴുവഞ്ചേരി മന എന്നൊക്കെ നമ്മള് മനകളെ കുറിച്ചൊക്കെ പലരും കേട്ടിട്ടുണ്ടാവാം. പക്ഷെ ഏറെ പ്രശസ്തി ആർജിച്ച പേര് കേട്ട ഒരു തറവാട്ടിലെ ഒരു തമ്പുരാട്ടിയാണ് തങ്കൾ ടീച്ചർ ഇന്ന് നമുക്ക് ക്ലാസ് നൽകുവാനായിട്ട് എത്തിച്ചേർന്നിട്ടുള്ളത്. ടീച്ചറെ കുറിച്ച് പറയുകയാണെങ്കിൽ 25 വർഷകാലം അധ്യാപക ജോലി നോക്കിയിരുന്ന ടീച്ചർ ഇന്ന് എന്താണ് ടീച്ചർ RCM എന്ന ഈ ഒരു നന്മ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ടീച്ചർ RCMൽ വരാനായിട്ടും ഒരു കാരണമുണ്ട്. അതൊക്കെ ടീച്ചർ തന്നെ ഇവിടെ നമുക്ക് പറഞ്ഞു തരും. ടീച്ചർ നല്ല രീതിയിൽ തന്നെ ഇന്ന് RCM ഏറ്റെടുത്തിരിക്കുകയാണ്. തന്റെ അധ്യാപക ജോലിയില് ആ അറിവും കഴിവുകളും എല്ലാം ഉണ്ടായിട്ട് പോലും ഇന്നും RCM എന്താണെന്ന് പഠിക്കാൻ തയ്യാറായി വന്നു എന്നുള്ളതാണ് ഇവിടെ അഭിനന്ദനീയമായിട്ടുള്ളത്. ഏതൊരു കാര്യങ്ങളും ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ തന്നെ നോട്ട് പുസ്തകവും പേനയുമായിട്ടാണ് വന്നെത്താറ്. ഓരോ ക്ലാസ്സുകളിലും അത് വളരെ ശ്രദ്ധാപൂർവം എഴുതിയെടുത്ത് പഠിക്കാൻ തയ്യാറാവുന്നു എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും കാണേണ്ടതാണ്. നമ്മൾ കണ്ടിട്ടും ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്താണ് ഇന്ന് ടീച്ചർക്ക് ഒരു 83 വയസ്സാണ്. 83-ാം വയസ്സിലും ഇന്ന് ചുറുചുറുക്കോടെയും ഉഷാറോടെയും ഇന്ന് മാർക്കറ്റിംഗ് പ്ലാൻ അവതരിപ്പിക്കുന്നത് നമ്മൾ ഓരോരുത്തരും യൂട്യൂബിലൂടെയും ഒക്കെ കണ്ട് കേട്ടും മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ആരെങ്കിലും ഈ ഒരു പ്രോഗ്രാമിൽ കയറാനായിട്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇനിയും വൈകിട്ടില്ല. ലീഡേഴ്സ് നമ്മൾ ഓരോരുത്തരും ഫോൺ എടുത്തുകൊണ്ട് നമ്മുടെ അസോസിയേറ്റ്സിനെ ഓരോരുത്തരെയും വിളിച്ച് ഈ ഒരു പ്രോഗ്രാമിലേക്ക് കയറുവാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എല്ലാവരും നോട്ട് പുസ്തകവും പേനയും എടുത്ത് ടീച്ചറുടെ വാക്കുകൾ കാതോർക്കുവാനായി റെഡി ആയിട്ടിരിക്കുക. അപ്പൊ എല്ലാവരുടെയും നിറഞ്ഞ കയ്യടിയോടുകൂടി ഏറെ സ്നേഹത്തോടെ നമ്മുടെ അതിഥി നമ്മുടെ മഴുവഞ്ചേരി മനയിൽ നിന്നും റണ്ണർ അച്ചീവ്മെന്റിൽ നിൽക്കുന്ന തങ്കൾ ടീച്ചറെ എല്ലാവരുടെയും നിറഞ്ഞ കയ്യടിയോടുകൂടി ഏറെ സ്നേഹത്തോടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു കലാ മാഡം. എന്നെ കുറിച്ച് പറഞ്ഞത് മനസ്സിലായി. പക്ഷെ ഞാൻ എന്നാലും എന്നെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം. കേൾക്കണില്ലേ? കേൾക്കുന്നുണ്ട് ടീച്ചറെ, ക്ലിയർ ആണ്, പറഞ്ഞോളൂ. ഞാൻ തങ്ക ടീച്ചർ. 25 വർഷം അധ്യാപക ജോലിയിലായിരുന്നു. വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ജോലി ഏറ്റെടുത്തത്, നടത്തിയിരുന്നതും. അപ്പോൾ അത്രയും കുട്ടികളെ അത്രയും ഇഷ്ടമായിരുന്നു എനിക്ക്. അപ്പോൾ ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ പറഞ്ഞു, ടീച്ചറെ ഇത്ര സ്നേഹിക്കരുത് കുട്ടികളെ എന്ന്. അപ്പൊ അതൊരു എന്താ പറഞ്ഞ ഒരു സർട്ടിഫിക്കറ്റ് ആയിട്ട് എനിക്ക് തോന്നി ശരിക്കും പറയാച്ചാല്. അത്രയും സന്തോഷമായിരുന്നു. കുട്ടികളുടെ മുഖം ഇവിടെ കുറച്ച് പണികളൊക്കെ കഴിച്ച് 10 മിനിറ്റ് നടന്ന് 5 മിനിറ്റ് ബസ് കയറി വീണ്ടും 10 മിനിറ്റ് നടന്ന് അങ്ങനെയൊക്കെയാണ് സ്കൂളിലെത്താറ്. പക്ഷെ അത്ര കഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ അവിടെ കഴിച്ചു കൂട്ടിയിരുന്നത്. അത്രയും സന്തോഷമായിരുന്നു. അപ്പൊ ജീവിതത്തില് ഏറ്റവും സന്തോഷം അധ്യാപന ജോലിയാണെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അല്ല, ഇപ്പോൾ മനസ്സിലായി ഏറ്റവും സന്തോഷം RCM തന്നെയാണ്. യാതൊരു സംശയമില്ല അതില്. അപ്പോ ഈ RCM അങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോ ഞാൻ റിട്ടയറായി. 97 റിട്ടയറായി. പക്ഷെ അപ്പോഴൊന്നും RCM ഒന്നും കയ്യിലുണ്ടായിരുന്നില്ല. പക്ഷെ കുറെ 3-4 കുട്ടികളുണ്ടായി. ഒരു പെൺകുട്ടിയും 3 ആൺകുട്ടികളുമാണ്. അപ്പൊ അവരൊക്കെ പഠിപ്പൊക്കെ കഴിഞ്ഞതിന്റെ ശേഷമാണ് ഞാൻ ജോലിക്ക് പോയി തുടങ്ങിയത്. അപ്പൊ ഒരു അമ്മയുടെ കർത്തവ്യം എല്ലാം ശരിയായി നിർവഹിച്ചതിന് ശേഷം മാത്രമേ ജോലിക്ക് പോയിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ അത് കാലം കഴിഞ്ഞു. എനിക്ക് കുറെ അസുഖങ്ങളൊക്കെ ഉണ്ടായി. ഹാർട്ടിന് പ്രശ്നം വന്നു, ആൻജിയോപ്ലാസ്റ്റി ചെയ്തു, യൂട്രസ് റിമൂവ് ചെയ്തു, കണ്ണിന് പ്രശ്നം വന്നു, ഓപ്പറേഷൻ കഴിഞ്ഞു. അതുപോലെ ചെവിക്കും കുറച്ച് പ്രശ്നമുണ്ട്, ഇപ്പോഴും പ്രശ്നമുണ്ട്.
അപ്പോ അങ്ങനെ പല പ്രശ്നങ്ങളിൽ കൂടിയാണ് കടന്നു പോയത്. പക്ഷെ അന്നൊന്നും ഇത് മനസ്സിലായിരുന്നില്ല എന്നുള്ളത് ഇപ്പൊ എനിക്ക് വളരെ വിഷമത്തോടു കൂടി തോന്നുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഒരു 80-ാം വയസ്സിലാണ് RCM എന്ന പ്രസ്ഥാനം എൻ്റെ കയ്യിൽ കിട്ടിയത്. അത് ഞങ്ങളുടെ ഒരു ചിരകാല സുഹൃത്തായ മധു സാറാണ് അത് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്, ഞങ്ങളെ കൈപിടിച്ച് ഉയർത്തിയത്, ഞങ്ങളെ ജോയിൻ ചെയ്യിച്ചത്. അപ്പോ അദ്ദേഹത്തിനോട് എപ്പോഴും ഉള്ള കടപ്പാട് മറക്കാൻ പറ്റില്ല. അതിനു മുമ്പായി തന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അതായത് ഈ പ്ലാറ്റ്ഫോം ഒരുക്കി തന്ന് ഇങ്ങനെ 2 വാക്ക് പറയാൻ ഉള്ള ഒരു അവസരം തന്ന എല്ലാ ഗുരുക്കന്മാരെയും ഞാൻ സവിനയം നമസ്കരിക്കട്ടെ. എല്ലാവരുടെയും അനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ മൂർത്തി സാറിനെയും അഖില മാഡത്തിനെയും പ്രത്യേകം പ്രസ്താവ്യമാണ്. എന്താ ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് അത്രയും അവര് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഗിരീഷ് സാറും ജിഷ മാഡവും, അങ്ങനെ പറയുകയാണെങ്കിൽ എല്ലാവരും എത്രയോ പേര് ഗുരുക്കന്മാരായിട്ടുണ്ട്. അവരൊക്കെ ഞാൻ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. പിന്നെ അങ്ങനെ RCM കയ്യിൽ കിട്ടിയപ്പോ എനിക്ക് ആദ്യം ഒരു പല്ലുവേദന വന്നു. എനിക്ക് പല്ലുവേദന തന്നെ വരാറില്ല. പക്ഷെ പല്ലുവേദന വന്നപ്പോ ഹോസ്പിറ്റലിലേക്ക് പോകണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് മധുസാർ പറഞ്ഞ്, അമ്മ ഈ പേസ്റ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്കുന്നു. അത് ഉപയോഗിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോ പല്ലുവേദന മാറി. അപ്പൊ എനിക്കതൊരു വിശ്വാസം തോന്നി. അതുപോലെ എൻ്റെ കാലിന്റെ മുട്ടിന് ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പോ നടക്കുമ്പോ ഇങ്ങനെ വീഴാൻ പോവുക. അപ്പൊ നമുക്ക് ഉറപ്പിച്ച ഒരു ഇതിലേക്ക് പോവാൻ നിർത്തിയില്ല. എപ്പോഴാണാവോ വീഴുക എന്നുള്ളൊരു വിഷമം. അപ്പൊ അങ്ങനെ ആകുമ്പോ മധുസാർ പറഞ്ഞു, നമുക്ക് രാജൻ ഡോക്ടറെ കാണാം. നമ്മുടെ വൈദ്യനാഥൻ, ഗുരുനാഥൻ, എല്ലാവരെയും ആരോഗ്യം കൊടുക്കുന്ന ഒരു മഹത് വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിനെ കാണാൻ പോയി. വീട്ടിൽ പോയി കണ്ടു. അപ്പൊ സ്കാൻ ചെയ്തു, മരുന്നൊക്കെ നിശ്ചയിച്ചു, പ്രൊഡക്റ്റുകളൊക്കെ നിശ്ചയിച്ചു. അപ്പൊ പറഞ്ഞു ഉദർസഭ കഴിക്കണം, വൈകുന്നേരം കാലത്ത് നമ്മുടെ തവിടെണ്ണ കഴിക്കണം എന്ന് പറഞ്ഞു. പിന്നെ വുമണും വെച്ചോമേക്കയും കഴിച്ച് 2 ആഴ്ചക്ക് ശേഷം മാത്രമേ ബീജ കഴിക്കാവൂ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് തവിടെണ്ണ കഴിക്കാൻ കുറച്ച് മടി ഉണ്ടായിരുന്നു. എന്നാലും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ കഴിച്ചിറങ്ങി. അങ്ങനെ ഒരു 2-3 മാസം കഴിഞ്ഞപ്പോ കുറച്ച് ഭേദമായെങ്കിലും മാറിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഒരു 6 പാക്കറ്റ് കഴിച്ചു. ചെറുപ്പക്കാരാണെങ്കിൽ പെട്ടെന്ന് മാറും, ഇത് വയസ്സായില്ലേ. അപ്പൊ 6 പാക്കറ്റ് കഴിച്ചപ്പോ ഒരുവിധം സമാധാനമായി. എന്നാലും ഞാൻ 6 മാസമൊക്കെ കൂടുമ്പോ ഒരു പാക്കറ്റ് വാങ്ങിച്ച് കഴിക്കും. എനിക്കത് ആവശ്യമാണ്. അപ്പൊ അങ്ങനെ RCM കൂടി എനിക്ക് ആരോഗ്യം കിട്ടി. അതായത് ന്യൂട്രി ചാർജാണ് ഈ BJ. ന്യൂട്രി ചാർജിൽ കൂടി എനിക്ക് ആരോഗ്യം, മേരാചാർ ന്യൂട്രി ചാർജ്. അപ്പൊ അങ്ങനെ ആരോഗ്യം കിട്ടിയ ന്യൂട്രി ചാർജിനെ BJ കുറിച്ച് ഞാൻ കുറച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം എന്നെ രക്ഷിച്ച പ്രൊഡക്റ്റാണ്. എത്രയോ ജനങ്ങള് ഈ മുട്ടുവേദന സഹിക്കാൻ വയ്യാണ്ട് കണ്ടമാനം പൈസ ചെലവാക്കി ഓപ്പറേഷൻ കഴിക്കുന്നു. അപ്പൊ അവർക്കൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ഒരാളെങ്കിലും അതിന് രക്ഷപ്പെട്ടു വെച്ചാൽ നമുക്കതൊരു തൃപ്തിയല്ലേ. അപ്പൊ അത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മോട്ടിവേഷൻ കൂടി ആയിക്കോട്ടെ ഞാൻ ഈ BJ ഒന്ന് പരിചയപ്പെടുത്താം. ഇതാണ് ആ BJയുടെ ബോക്സ്. ഇതില് 30 ടാബ്ലറ്റും 10 ഗ്രാം വീതമുള്ള 30 പാക്കറ്റും ഉണ്ട്. ഇതാണ് പാക്കറ്റ്. ടാബ്ലറ്റ് ഇങ്ങനെ 15 വീതമുള്ള 2 സ്ട്രിപ്പ് ഉണ്ടായിരിക്കും. അപ്പൊ അത് കഴിക്കാൻ പറഞ്ഞു. അത് എങ്ങനെയാണ് കഴിക്കണേ, അതിന്റെ ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് അദ്ദേഹം പ്രത്യേകം പറഞ്ഞു. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ കുറച്ച് പറയാം. ഏറ്റവും കൂടുതൽ ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് എല്ലു തേയ്മാനം. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ കാണുന്നത് മുട്ടിനാണ്. മുട്ടിന്റെ ചിരട്ട തേഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ പൊട്ടിപ്പോകുന്നു.
തുടങ്ങിയ ചിരട്ട മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഇല്ലാതെ മുട്ടുവേദന മാറ്റാൻ ന്യൂട്രിചാർജ് BJ കഴിച്ചാൽ മതി. ഇതാണ് ന്യൂട്രിചാർജ് BJയുടെ കാര്യം. ന്യൂട്രിചാർജ് BJയുടെ ഒരു പാക്കറ്റ് എന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തന്നില്ലേ, പൗഡറും ടാബ്ലറ്റും ചേർന്നതാണ്. ഇത് പ്യുവർ വെജിറ്റേറിയൻ ആണ്. ഇതൊരു ഫുഡ് കോംപ്ലിമെന്റ് ആണ്. ഇത് വൈദ്യശാസ്ത്രപരമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇത് എല്ലിന്റെയും ജോയിന്റ്സിന്റെയും ആരോഗ്യത്തിനുള്ളതാണ്. ഇത് ന്യൂട്രിചാർജ് സപ്ലിമെന്റ് ആണ്. ഈ ബോക്സിൽ 15 ടാബ്ലറ്റ് വീതം 2 സ്ട്രിപ്പും, അതായത് 30 ഗ്രാം വീതം, 10 ഗ്രാം വീതമുള്ള 30 പാക്കറ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. ഇത് 1 മാസത്തേക്കുള്ളതാണ്. അടുത്തതായി ഇത് എങ്ങനെയുള്ള അവർക്ക് കൊടുക്കാം എന്ന് നോക്കാം. നമ്മൾ പ്രായാധിക്യമാകുമ്പോൾ മുട്ടിന് വേദനയും ടഫ്നെസ്സും ഉണ്ടാകും. നമ്മുടെ ശരീരത്തെ താങ്ങി നിർത്തുന്നത്. അതുകൊണ്ട് നമ്മുടെ ഏതെങ്കിലും ജോയിന്റ്സിനോ പ്രശ്നം വന്നാൽ ആദ്യത്തെ ലക്ഷണം മുട്ടിന്മേലാണ് കാണുന്നത്. പ്രത്യേകിച്ച് വണ്ണമുള്ള ആളാണെങ്കിൽ അയാൾക്ക് മുട്ട് ഫസ്റ്റ് സിഗ്നൽ കൊടുക്കും. ഇനി ഇതിനുള്ള കാരണം എന്താണെന്ന് കേൾക്കണ്ടായി. അധികം പൊണ്ണത്തടി, അതാണ് ഏറ്റവും വലിയ പ്രധാന കാരണം. അവർക്ക് ആദ്യം തന്നെ SNF കൊടുത്ത് കൊഴുപ്പ് കുറയ്ക്കണം. അതിനുശേഷം BJ കൊടുക്കാം. BJ പ്രൊഡക്റ്റിൽ എന്തെല്ലാം അടങ്ങിയിരിക്കുന്നു എന്ന് നോക്കാം. 30 പാക്കറ്റ് ടാബ്ലറ്റും 30 പാക്കറ്റ് പൊടിയും ആണെന്ന് പറഞ്ഞുവല്ലോ. പൊടിയിൽ ഹൈ ക്വാളിറ്റി മിൽക്ക് കാൽസ്യം, മഗ്നീഷ്യം, എക്സ്ട്രാക്സോസിക്, ഇനൂലിൻ, വിറ്റാമിൻ ഇവയെല്ലാം അടങ്ങിയിരിക്കുന്നു. ഇനി ടാബ്ലറ്റിൽ ഗ്ലൂക്കോസോമൈൻ, ഹൈഡ്രോക്ലോറൈഡ്, MSM അതായത് സൾഫർ, വിറ്റാമിൻ K2-7, വിറ്റാമിൻ D, ബോസ്വെല്ല, ബ്രോമിലിൻ, മാംഗനീസ്, ബോറോൺ ആൻഡ് കോപ്പർ ഇതെല്ലാമാണ് അടങ്ങിയിരിക്കുന്നത്. ടാബ്ലറ്റിലുള്ള ഐറ്റംസ് എന്തു ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. ഗ്ലൂക്കോസോമൈൻ, ഹൈഡ്രോക്ലോറൈഡ്, ഇതിലുള്ള പ്രോട്ടീൻ എല്ലിനെയും ജോയിന്റ്സിനെയും സ്ട്രോങ് ആക്കുന്നു. ഇത് തരുണാസ്ഥിയെയും എല്ലിനെയും റിപ്പയർ ചെയ്ത് ഉറപ്പുള്ളതാക്കുന്നു. മുട്ടുവേദനയെയും ടഫ്നെസ്സിനെയും കുറയ്ക്കുന്നു. ജോയിന്റ്സിനെ ആരോഗ്യമുള്ളതാക്കുന്നു. MSM അതായത് സൾഫർ, ഇതൊരു സൾഫർ മിശ്രിതമാണ്. ഇത് ജോയിന്റിനെ ഉറപ്പുള്ളതാക്കുന്നു. മുട്ടിന്റെ ചിരട്ടയുടെ ഉറപ്പും കാത്തു സൂക്ഷിക്കുന്നു. ഇത്രയും പോകുന്ന സാധനം പറഞ്ഞിട്ട് കാര്യമില്ല. എന്തൊക്കെ എല്ലാം അടങ്ങിയിരിക്കുന്നു ആലോചിച്ച് നോക്കൂ. സൂക്ഷിക്കുന്നു. വിറ്റാമിൻ K2-7, ഇത് വിറ്റാമിൻ K ആണ്. ഇത് എല്ലുകളെ ബലമുള്ളതാക്കുന്നു. എല്ലിന് വേണ്ട കാൽസ്യം ഇതിൽ നിന്നാണ് കിട്ടുന്നത്. വിറ്റാമിൻ D ആണ് കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയെ കൊണ്ടുപോയി എല്ലിലും മസിൽസിലും നിക്ഷേപിച്ച് സ്ട്രോങ് ആക്കി വെക്കുന്നു. ബോസ്വില്ല ചെടിയിൽ നിന്നും നേരിട്ട് കിട്ടുന്നതാണ്. ശരീരത്തിൽ കാണപ്പെടുന്ന നീർക്കെട്ട് ഇല്ലാതാക്കുന്നു. ബ്രോമലിൻ നീർക്കെട്ട് ഇല്ലാതാക്കുന്നു. പിന്നെ മുട്ടിൽ കാണുന്ന ഡാമേജ് ഇല്ലാതാക്കുന്നു. ഇനി ബ്രോമലിൻ നീർക്കെട്ട് തീരെ ഇല്ലാതാക്കുന്നു. ദഹന പ്രക്രിയ സുഗമമാക്കുന്നു. മാംഗനീസ് നല്ല എൻസൈമുകളെ ആക്റ്റീവ് ആക്കി ചെയ്ത് എല്ലിനെ സ്ട്രോങ് ആക്കി വെക്കുന്നു. ഡാമേജ് ചെയ്യപ്പെടാൻ പോകുന്ന നീർക്കെട്ടിനെ ഇല്ലാതാക്കുന്നു. ബോറോൺ എല്ലിനെ സ്ട്രോങ് ആക്കുന്നു. എല്ലിന്റെ സാന്ദ്രത കൂട്ടുന്നു. കോപ്പർ പ്രോട്ടീൻ ഉണ്ടാക്കാൻ സഹായിക്കുന്നു. ഇത് ജോയിന്റ്സിനെല്ലാം കാണപ്പെടുന്നു. പൊടിയിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മിൽക്ക് കാൽസ്യം എല്ലിന്റെ ബലത്തിന് ഏറ്റവും അനുയോജ്യം. ഇത് പ്രോട്ടീൻ വലിച്ചെടുത്ത് ദേഹത്തിന് കൂടുതൽ കാൽസ്യം കൊടുക്കും. ഇത് മസിൽസിനെയും എല്ലിനെയും സ്ട്രോങ് ആക്കുന്നു. റോസിപ്പ് എക്സ്ട്രാക്ട് ഇതൊരു വേദന സംഹാരിയായി ഉപയോഗിക്കുന്നു. ഇത് സൗത്ത് അമേരിക്കയിലുള്ള ഒരു തരം റോസ് ഫ്രൂട്ട് ആണ്. ഇതിൽ വിറ്റാമിനും ആന്റി ഓക്സിഡന്റും ഫാറ്റ് ആസിഡും നിറയെ ഉണ്ട്.
ഇത് നീർക്കെട്ടിന് കുറച്ച് എല്ലിന്റെ ഡാമേജ് കുറയ്ക്കുന്നു. നീർക്കെട്ട് കുറച്ച് എല്ലിന്റെ ഡാമേജ് കുറയ്ക്കുന്നു. ഇനുലിൻ ദഹന പ്രക്രിയയെ സുഗമമാക്കുന്നു. അതുകൊണ്ടാണ് ആദ്യത്തെ കുറച്ച് ദിവസം വയറിളകുന്നത്. ഓരോ മിനറൽസിനെയും എല്ലിൽ കൊണ്ടുപോയി നിക്ഷേപിക്കാൻ സഹായിക്കുന്നു. അസ്ഥി ശോഷണം ഇല്ലാതാക്കുന്നു. മഗ്നീഷ്യം എല്ലിനെയും എല്ലിന്റെ സ്ട്രക്ചറിനെയും ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നു. എല്ലിന്റെ സാന്ദ്രത കൂട്ടാൻ വളരെയധികം സഹായിക്കുന്നു. പൊടിയിൽ അടങ്ങിയിരിക്കുന്നവ എല്ലാം എല്ലിന്റെ ബലം കൂട്ടാനും, ടാബ്ലറ്റിൽ അടങ്ങിയിരിക്കുന്നവ ജോയിന്റ്സിലെ ഫ്ലൂയിഡ് കൂട്ടാനും, ഒരു തരുണാസ്ഥിയെ പ്രൊട്ടക്ട് ചെയ്യാനും, ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും കഴിയുന്നു. അടുത്തതായി, ഇത് കഴിക്കുമ്പോൾ വയറിളകാനുള്ള സാധ്യതയുണ്ട്. ശരീരത്തിലെ വേസ്റ്റ് പുറന്തള്ളുകയാണ് ചെയ്യുന്നത്. ധാരാളം വെള്ളം കുടിക്കണം. ചില സമയങ്ങളിൽ വേദന കൂടും. അത് കഴിക്കേണ്ട വിധം: ഒരു പാക്കറ്റ് പൊടിയെടുത്ത് 1/2 ഗ്ലാസ് വെള്ളത്തിൽ കലക്കുക. നന്നായി കുലുക്കിയതിനു ശേഷം ഗുളികയോടൊപ്പം കഴിക്കുക. എപ്പോൾ കഴിക്കണം? 5:30 തൊട്ട് 7 മണി വരെയുള്ള സമയത്തിനുള്ളിൽ കഴിക്കണം. 7 മണിക്ക് മുമ്പായിട്ട് കഴിക്കണം. 3 മാസം കഴിയുമ്പോൾ വേദന കുറയുകയാണെങ്കിൽ 4-5 മാസങ്ങളിൽ ഒന്നിടവിട്ട് കഴിച്ചാൽ മതി. വേദന കുറയുന്നില്ലെങ്കിൽ ഇതുപോലെ തന്നെ തുടരുക. ഇതാണ് ബീജയുടെ പ്രമാണം. അത് ഒരു പാക്കറ്റിന് MRP വില 3500 രൂപയാണ്. DP 2800, PV 2100. പക്ഷെ വില സ്വല്പം കൂടുതലാണെങ്കിലും ഒരു ഓപ്പറേഷൻ കൂടാണ്ട് കഴിക്കാന്ന് പറഞ്ഞാൽ അതിലേറെ ലാഭല്ലേ. അപ്പോൾ എല്ലാവരോടും പറഞ്ഞു കൊടുത്ത് നമുക്ക് പറ്റുന്നവരെയൊക്കെ രക്ഷിക്കാൻ നോക്കുക. അതാണ് നമ്മുടെ RCMന്റെ ഏറ്റവും പ്രധാന ഉദ്ദേശം. ഇനി RCM നമ്മൾ എന്തിനു ചെയ്യണം? അല്ലെങ്കിൽ RCM ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ആരോഗ്യം കിട്ടും. ഒന്നാമത് ആരോഗ്യം, രണ്ടാമത് വരുമാനം, മൂന്നാമത് തൊഴിലവസരം, നാലാമത് സ്ത്രീ ശാക്തീകരണം. അതായത് സ്ത്രീകളെ മുമ്പോട്ട് കൊണ്ടുവരിക. സ്ത്രീകളുടെ വരുമാനം, അവര് തന്നെ സ്വന്തം കാലിൽ വരുമാനം നേടാൻ അവരെ പ്രാപ്തരാക്കുക. ഇതെല്ലാമാണ് RCM ചെയ്താൽ നമുക്ക് കിട്ടുന്നത്. പിന്നെ നമ്മൾ അതൊക്കെ എങ്ങനെ ചെയ്യണം എന്ന് വിചാരിച്ചാൽ, നമ്മൾ കമ്പനിയുടെ നിയമം അനുസരിച്ച് മാത്രമേ നമ്മൾ പ്രവർത്തിക്കാൻ പാടുള്ളൂ. 6 ബേസിക്കും 8 കോർ സ്റ്റെപ്സും ആണ് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ. അതനുസരിച്ച് ചെയ്താൽ ഒരുപക്ഷെ പതുക്കെ ആവുള്ളൂയിരിക്കും ആദായം. എന്നാലും നമ്മൾ അതനുസരിച്ച് ഫോളോ ചെയ്യുക. പക്ഷെ ഒരു കാരണവശാലും 7 കാർട്ടിലേജ് ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ നമ്മൾ തകരും, യാതൊരു സംശയവുമില്ല. പിന്നെ RCMൽ കൂടി നമുക്ക് ഏറ്റവും പ്രധാനം സന്തോഷം കിട്ടുക എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനം. ഞാൻ RCMൽ ചേർന്നത് സന്തോഷത്തിന് വേണ്ടി മാത്രമാണ്. കാര്യം പറയാലോ, ഓരോ മീറ്റിങ്ങുകളും എന്തൊരു സന്തോഷമല്ല, അറിയാതെ തന്നെ നമ്മൾ ഡാൻസ് ചെയ്ത് പോരുക. അപ്പോ RCM സന്തോഷം തരുന്നതാണ്. നമുക്ക് ധാരാളം യാത്രകള്, പിന്നെ ബന്ധങ്ങള്. ഏതൊക്കെയോ സ്ഥലത്തുനിന്ന് വരുന്ന ആൾക്കാരാ, പക്ഷെ എന്തൊരു സ്നേഹ വന്ന് കൈയുടക്കലും ഒക്കെ. നമുക്ക് അതൊക്കെ എന്താ പറയാ, അത്രയും സന്തോഷമായിട്ടുള്ള കാര്യമാണ്. പിന്നെ അംഗീകാരം. നമുക്ക് അംഗീകാരം ഏത് ഇതിലാണ് അംഗീകാരം കിട്ടുക? ഞാൻ 25 കൊല്ലം പഠിപ്പിച്ചാലും എനിക്ക് ഒരു അംഗീകാരവും കിട്ടിയിട്ടില്ല. പിന്നെ വേണമെങ്കിൽ കുറെ കൂടി പണിയെടുത്ത എന്താ പറയണ്ടേ, ഗുഡ് ടീച്ചർന്നോ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ പറയാന്നല്ലാണ്ട് കാര്യമായിട്ടുള്ള ഇവിടെ ഒരു റോസപ്പൂ നമുക്ക് തന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര സന്തോഷമാണ്. RCMൽ അങ്ങനെയാണ്. അംഗീകാരത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അതുപോലെ ബന്ധങ്ങള്, അതുപോലെ എന്താ പറയണ്ടേ, അത്രയും വലിയൊരു കാര്യം. പിന്നെ നമുക്ക് എങ്ങനെയാണ് ഇതിൽ വരുമാനം ഉണ്ടാക്കുക? അത് ആലോചിക്കേണ്ട പ്രശ്നമല്ലേ. വരുമാനം വേണ്ടേ ജീവിക്കാൻ? അപ്പോൾ അത് നമുക്ക് പലതരത്തിൽ വരുമാനം ഉണ്ടാക്കാം. ഒന്നാമത് നമ്മൾ യൂസ് ചെയ്യുക, സ്വന്തം യൂസ് ചെയ്യുക.
നമ്മുടെ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ ഉപയോഗിക്കുക. രണ്ടാമത് ഈ സെയിൽ ചെയ്യാം. സെയിൽ ചെയ്യുമ്പോൾ ആൾക്കാരെ നമുക്ക് കിട്ടും. അപ്പൊ അങ്ങനെ അവരെ ജോയിൻസിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് ടീം ബിൽഡിംഗ് കൂടി നമുക്ക് ആൾക്കാരെ ജോയിൻസിലേക്ക് കൊണ്ടുവരാൻ അല്ല, സെയിലിൽ കൂടെ നമുക്ക് ആൾക്കാരെ പരിചയപ്പെട്ട് അവർക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് നമ്മൾ അനുഭവിച്ചതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുക, അത്രേ വേണ്ടൂ. പറഞ്ഞു കൊടുത്ത് അവരെ മനസ്സിലാക്കി ജോയിൻസിലേക്ക് കൊണ്ടുവരിക. അവർക്ക് മാർക്കറ്റിംഗ് പ്ലാൻ, ഏറ്റവും നട്ടല് മാർക്കറ്റിംഗ് പ്ലാൻ അല്ലേ അത്? എത്ര എന്താ പറയണ, അത്രയും സുന്ദരമായ ഒരു മാർക്കറ്റിംഗ് പ്ലാൻ നമ്മുടെ. അതിൽ ലാസ്റ്റിലത്തെ കാര്യമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതായത് ഒരു കമ്പനി ഇടത്തട്ടുകാരൊന്നും ലോകോത്തര ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി ഇടത്തട്ടുകാരെയും പരസ്യക്കാരെയും അപ്പാടെ മാറ്റിക്കൊണ്ട് ജനങ്ങളിലേക്ക് നേരിട്ട് എത്തിക്കുന്ന ഒരു നൂതന വിപണന സമ്പ്രദായ രീതിയാണ് RCM. എത്ര നല്ല, എന്താ പറയണ്ടേ, അത് പറയുമ്പോൾ തന്നെ നമുക്ക് കോരിത്തരിക്കുക. ശരിക്കും വള്ളത്തോൾ പറയും, ഭാരതം എന്ന് കേട്ടാൽ കോരിത്തരിക്കണം, രക്തം തിളയ്ക്കണം. നമുക്ക് RCM എന്ന് കേട്ടാലും രക്തം തിളയ്ക്കണം. അത്രയും നല്ലൊരു പ്രസ്ഥാനം. അങ്ങനെ നമുക്ക് ജോയിൻസ് കൊണ്ടുവന്ന് ടീം ബിൽഡിംഗ് കൂടെ നമുക്ക് ആദായം ഉണ്ടാക്കാം. പിന്നെ നമ്മൾ അച്ചീവ്മെന്റ് എടുക്കുക അല്ല വേണ്ടത്. നമ്മുടെ താഴെത്തട്ടുകാരെ ഉയർത്തി കൊണ്ടുവന്നാൽ അത് അച്ചീവ്മെന്റ് ആയിട്ട് തീരും. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ RCM കൂടി നമുക്ക് ഒരു കമ്പനി, ഇത്രയും നല്ലൊരു കമ്പനി എവിടെ ഉണ്ടാവും? സാധാരണ കമ്പനികളിലൊക്കെ അവരുടെ ലാഭത്തിന്റെ 50% കമ്പനി എടുക്കും, 50% ഇടത്തട്ടുകാരും പരസ്യക്കാരും കൊണ്ടുപോകും. പക്ഷെ നമ്മുടെ കമ്പനിയോ 45% മാത്രമേ കമ്പനി എടുക്കുള്ളൂ, 45% ഉപഭോക്താക്കൾക്ക്, 10% കടക്കാർക്ക്. ഈ 45% ബഹുമാനപ്പെട്ട TC ചാപ്രാജിയുടെ പോക്കറ്റ് വീർപ്പിക്കാനല്ല. കമ്പനി വളരുകയാണ്. നിമിഷം തോറും കമ്പനി, ഇന്ന് കാണുന്ന കമ്പനിയല്ല നാളെ, ഇന്ന് കാണുന്ന പ്രൊഡക്റ്റ് അല്ല നാളെ. പ്രൊഡക്റ്റുകൾ വർദ്ധിക്കുക, കമ്പനികൾ വികസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ 45% വാങ്ങിക്കുന്നത്. ഈ 45% നമ്മൾക്ക് തരുന്നതോ നമ്മൾ പണിയെടുക്കണം. വെറുതെ ഇരുന്നവർക്ക്, വീട്ടിലിരുന്നവർക്ക് കിട്ടില്ല. അത് RCM നന്നായിട്ട് ചെയ്യണവർക്ക് മാത്രം ഉള്ളതാണ് ഈ 45%. അതുകൂടാതെയോ എന്തെല്ലാം ആനുകൂല്യങ്ങൾ, 6 മാസം എത്തുമ്പോൾ ഫ്രീ പ്രൊഡക്റ്റ്. എനിക്കും കിട്ടി 11,000 രൂപയുടെ ഫ്രീ പ്രൊഡക്റ്റ്. അപ്പൊ അതൊരു വലിയൊരു കാര്യല്ലേ. അതും കൂടാതെ കമ്പനി, മറ്റുള്ള കമ്പനി കൊല്ലത്തിലൊരിക്കലാണ് ബോണസ് കൊടുക്കുക. പക്ഷെ നമ്മുടെ കമ്പനിയോ മാസം ബോണസ്. ആര് ചെയ്യും അത്? ഇയർലി ബോണസും വേറെ. അതൊക്കെ മനസ്സിലാക്കണം. നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണത്. അവർക്ക് മനസ്സിലായാൽ അവർ നമ്മുടെ കൂടെ കൂടും, നമ്മുടെ കൂടെ കൂട്ടണം. അങ്ങനെ നമ്മൾ പണിയെടുക്കണവർക്കാണ് കമ്പനി പൈസ. പിന്നെ അത് മാത്രമോ, എന്തെല്ലാം ഉപകരണങ്ങൾ നമുക്ക്, ഡ്രസ്സ്, വസ്ത്രം, പിന്നെ എല്ലാ സാധനവും കമ്പനി തരുന്നുണ്ട്. അതും ഒക്കെ പരീക്ഷിച്ച് നല്ല ബോധ്യപ്പെട്ടത് മാത്രം. ഒരു തരത്തിലും ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല എന്നാണ് കമ്പനിയുടെ ഉറച്ച തീരുമാനം. അങ്ങനെയുള്ള കമ്പനി അപ്പൊ എല്ലാവരെയും ഉയർത്തിക്കൊണ്ടുവരാനും എല്ലാവർക്കും നല്ലൊരു ജീവിതം കാഴ്ചവെക്കാനും, ഏതൊരു പാമരനായാലും പണ്ഡിതനായാലും എന്താ പറയണ്ടേ, അംഗവൈകല്യമുള്ള ആളായാലും അക്ഷരാഭ്യാസം ഇല്ലാത്ത ആളായാലും അവരൊക്കെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് കമ്പനിയുടെ ലക്ഷ്യം. അപ്പൊ ഇത് കാണുമ്പോ എനിക്ക് തോന്നുകയാണ്, പണ്ട് മഹാബലി ഭരിച്ചിരുന്നു, കേട്ടിട്ടില്ലേ? മാവേലി വാണിടുങ്കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ, കള്ളവുമില്ല ചതിവുമില്ല
കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല, എള്ളോളമില്ല പൊളിവചനം. ഇതുപോലെ അതുപോലെ നമ്മുടെ TC ചാപ്രാജിയുടെ ഉദ്ദേശവും അദ്ദേഹത്തിന്റെ ആഗ്രഹവും ഇതുതന്നെയാണ്. അപ്പൊ ഈ മാവേലിയുടെ സ്ഥാനത്ത് എനിക്ക് തോന്നുന്നു TC ചാപ്രാജിയെ പ്രതീക്ഷിച്ച ഒരു തെറ്റും പറയാനില്ല. അദ്ദേഹം അത്ര എന്താ പറയണ്ടേ, അദ്ദേഹത്തിനെ നിർവചിക്കാൻ വാക്കുകളില്ല. അംഗങ്ങളുടെ പാദങ്ങളിൽ കോടാനുകോടി നമസ്കാരം. ഇത്രയും നല്ലൊരു മനുഷ്യനെ നമുക്ക് കിട്ടിയതിൽ, ഇത്രയും നല്ലൊരു പ്രസ്ഥാനം നമുക്ക് കിട്ടിയത് ഭാഗ്യം തന്നെ, യാതൊരു സംശയമില്ല. പണ്ടുള്ള ആൾക്കാർ പറയും കാശിക്ക് പോകണമെന്ന് വിചാരിച്ചാൽ പോവാൻ പറ്റില്ല, ഒക്കെ ഒരുക്കു കൂട്ടിയാലും പോവാൻ പറ്റില്ല, നമുക്ക് യോഗം വേണം. അതുപോലെയാണ് RCM. RCMല് ചേരണമെങ്കിൽ കുറച്ച് ഭാഗ്യം തന്നെ വേണം. കാരണം അത്രയും എന്താ പറയുക, പരിശുദ്ധമായ ഒരു പ്രസ്ഥാനം. അതായത് ദൈവാധീനമുള്ളവർക്ക് മാത്രമേ RCMല് ജോയിൻ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ അത് നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് കുറെയൊക്കെ ശരിയാക്കാം. എന്നാലും ചിലര് പിന്തിരിയും, വേണ്ട അവര് പോട്ടെ, അല്ലാണ്ട് എന്താ ചെയ്യുക, നിവൃത്തിയൊന്നുമില്ല. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ RCM. അപ്പോ പിന്നെന്താണ് RCMനെ കുറിച്ച് പറയാനുള്ളത്? യാത്രകള്, എന്താ നല്ല ബോട്ട് യാത്ര പോയി, എന്താ സന്തോഷം. അതുപോലെ എനിക്ക് കമ്പനി കാണാൻ മാത്രം പറ്റിയിട്ടില്ല, അതൊരു വിഷമമുണ്ട്. ഒരിക്കലെങ്കിലും കാണണം തോന്നുന്നുണ്ട്. പോട്ടെ, ദൈവാധീനം ഉണ്ടെങ്കിൽ കാണാം, ഇല്ലെങ്കിൽ വേണ്ട, അല്ലാണ്ട് എന്താ. അതിന്റെ നല്ല നല്ല കാര്യങ്ങൾ കേട്ട് സന്തോഷിക്കാലോ, അത് വേറെ. അപ്പൊ അത്രയും നല്ലൊരു കമ്പനിയില് അത് അദ്ദേഹം പറയുന്നത് നിങ്ങളാണ് ഇതിന്റെ മുതലാളി. ആരാ പറയാ അങ്ങനെ? നിങ്ങളാണ് അതിന്റെ മുതലാളി. നമ്മളങ്ങനെ മുതലാളിമാരായ നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്. ഇത്രയും വലിയൊരു കമ്പനിയുടെ ഉടമസ്ഥനാന്ന് പറയുമ്പോ നമുക്ക് അഭിമാനമല്ലേ ഉള്ളത്. നമ്മുടെ രക്തം തിളയ്ക്കുന്നില്ലേ? തന്നെ, അതാണ് നമ്മുടെ കമ്പനി. അപ്പൊ നമ്മുടെ കമ്പനിയെ കുറിച്ച് എത്ര പറഞ്ഞു കഴിഞ്ഞാലും മനസ്സിലാവില്ല. പക്ഷെ നമുക്ക് പറഞ്ഞ് ഒരാളെങ്കിലും രക്ഷപ്പെടുത്താൻ പറ്റിയെന്ന് നമുക്ക് സമാധാനം. അദ്ദേഹത്തിന്റെയും ഉദ്ദേശം അത് തന്നെയായിരുന്നു. സമയമുണ്ടല്ലോ അല്ലേ? ബോറടിക്കണില്ലല്ലോ അല്ലേ? ടീച്ചറെ പറഞ്ഞോളൂ. ശരി. ഞങ്ങളൊക്കെ ഇങ്ങനെ അങ്ങനെ ആകാംക്ഷയോട് RCMനെ കൂടി കുറിച്ച് കാത്തിരിക്കുക. പറയുകയാണെങ്കിൽ പറഞ്ഞോളൂ. എന്താ, അനന്തന്റെ നാവ് പോലും പോരാ, അത്രയും നല്ലൊരു പ്രസ്ഥാനം. അത് എങ്ങനെ വർണ്ണിക്കണമെന്ന് അറിഞ്ഞുകൂടാ ശരിക്കും പറയാച്ചാല്. എന്റെ അനുഭവം വെച്ച് നോക്കുകയാണെങ്കിൽ എന്റെ ജീവിതത്തില് ഇത്രയും സന്തോഷമായിട്ടുള്ള ഒരു അവസരം ഉണ്ടായിട്ടില്ല. അത്രയും സന്തോഷമാണ്. അതിനു വേണ്ടിയിട്ടാണ് RCM ഞാൻ ചെയ്യുന്നത്. വരുമാനം വേണ്ടാതല്ല, പക്ഷെ കൂടുതൽ പ്രാധാന്യം ഈ വയസ്സുകാലത്ത് സന്തോഷമല്ലേ വേണ്ടത് മനസ്സിന്. അത് കിട്ടുന്നുണ്ട്, ധാരാളം കിട്ടുന്നുണ്ട്. സ്നേഹസമ്പന്നരായ ലീഡേഴ്സ് അവരുടെ വാക്ക് കേട്ടാൽ തന്നെ മതി, നമുക്ക് സന്തോഷമല്ലേ. എത്ര സ്നേഹത്തോടു കൂടി അവര് നമ്മളോട് സംസാരിക്കുന്നത്. അപ്പൊ അതൊക്കെ നമുക്കൊരു വളരെ 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 സന്തോഷമുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതാണ് RCMൽ കൂടി നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ നേട്ടം. പിന്നെ വരുമാനം എത്ര വേണമെങ്കിലും ആവാം, നമ്മൾ പരിശ്രമിച്ചാൽ മാത്രമേ വരുമാനം കിട്ടുള്ളൂ. അത് ഈ സാറിന്റെ കുറച്ച് വാക്കുകൾ നമുക്ക് കേൾക്കാം. കമ്പനി സ്ട്രോങ് ആയിരിക്കണം. സ്ട്രോങ് അല്ലേ നമ്മുടെ കമ്പനി? ഗവൺമെന്റ് നിയമത്തിന് അനുസൃതമായി പ്രവർത്തിക്കുന്ന കമ്പനിയാകണം. നമ്മുടെ കമ്പനി അങ്ങനെയല്ലേ? സ്വന്തം പ്രൊഡക്റ്റ് ആയിരിക്കണം. എത്ര പ്രൊഡക്റ്റ് വേണം? ക്വാളിറ്റി പ്രൊഡക്റ്റ് ആയിരിക്കണം, സംശയമൊന്നുമില്ല. കൺസ്യൂമറബിൾ പ്രൊഡക്റ്റ് ആയിരിക്കണം, അതായത് നിത്യോപയോഗ സാധനങ്ങൾ ആയിരിക്കണം. റിപ്പീറ്റബിൾ പ്രൊഡക്റ്റ് ആയിരിക്കണം, പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം. താങ്ങാവുന്ന വിലയായിരിക്കണം. പാകത്തിനല്ലേ വിലയുള്ളൂ. മറ്റുള്ള കമ്പനി അപേക്ഷിച്ച് നോക്കുമ്പോൾ ഓരോ സാധനങ്ങൾക്കും എന്താ വില? ചിലത് വില കൂടുന്നുണ്ടെങ്കിൽ ഗുണം കൂടും, അത് നമുക്ക് പറയാൻ പറ്റണം. വില കൂടുക എന്ന് പറയണവരോട് പറയാ ഗുണം കൂടും, വില കൂടുന്നുണ്ടെങ്കിൽ ഗുണം കൂടും, യാതൊരു സംശയമില്ല.
ജോയിനിങ് ഫീ ആയിരിക്കണം. ഫീ അല്ലേ? 2000 രൂപയുടെ സാധനം അവരവർക്ക് വാങ്ങിക്കേണ്ടതാണ് കമ്പനി, അല്ലാണ്ട് കമ്പനിക്ക് ഡെപ്പോസിറ്റ് അല്ല. അപ്പൊ അതും ശരി തന്നെ. ഇന്ത്യൻ പ്രൊഡക്റ്റ് ആയിരിക്കണം. ഇന്ത്യൻ പ്രൊഡക്റ്റ് അല്ലേ എല്ലാം. സെയിൽ നടക്കുന്നതിലൂടെ ഇൻകം വരുന്ന പദ്ധതി ആയിരിക്കണം. അതല്ലേ നമുക്ക് സെയിൽ ചെയ്ത ഇൻകം കിട്ടുക. ആരോഗ്യ സംരക്ഷണം, ഭാരത നവോത്ഥാനം, സ്വയം പര്യാപ്തത, സ്ത്രീ ശാക്തീകരണം, ഇതെല്ലാം ഈ കമ്പനിയുടെ ഉദ്ദേശങ്ങളല്ലേ. എഡ്യൂക്കേഷൻ സ്ട്രോങ് ആയിരിക്കണം. കമ്പനിയിൽ വന്ന എത്ര വലിയ 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 പണ്ഡിതന്മാരായാലും നഴ്സറി കുട്ടികളാണ്, അല്ലെങ്കിൽ LKG കുട്ടികളാണ്. അവിടുന്ന് തൊട്ട് നമ്മൾ പഠിക്കണം. മറ്റേ പഠിപ്പൊക്കെ മാറ്റി വെക്കണം. എത്ര വലിയ ക്യാമറായാലും, ഡോക്ടറായാലും, എഞ്ചിനീയർ ആയാലും, സയന്റിസ്റ്റ് ആയാലും, തകടമൂടായാലും എല്ലാം. ഇവയ്ക്ക് സ്ട്രോങ് വിഷൻ വേണം. നമുക്കൊരു വിഷൻ വേണം കമ്പനിയെ കുറിച്ച്. ഇവയ്ക്കെല്ലാം പ്രാധാന്യം കൊടുക്കുന്നതാകണം നമ്മുടെ കമ്പനി. പിന്നെ ഗോപകുമാർ സാറിന്റെ 2 വാക്ക്: നമ്മുടെ ചിന്തയിൽ മാറ്റം വരുത്തണം, എന്നാലേ വിജയിക്കുകയുള്ളൂ. ആരാണോ പ്രൊഫഷണലായി പ്രവർത്തിക്കുന്നത് അവർക്കാണ് RCM, വെറുതെ ഇരിക്കുന്നവർക്കല്ല. മണ്ണും പെണ്ണും നന്നാക്കിയാൽ നന്നാവും, എന്നാൽ മാത്രമേ അടുത്ത തലമുറ ആരോഗ്യമുള്ളവരാകുകയുള്ളൂ. മണ്ണു നശിച്ചാൽ എല്ലാം നശിക്കും. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതല്ല കിട്ടുക. RCM അതല്ല കിട്ടുക. നമുക്ക് എന്താണോ വേണ്ടത് അതല്ല കിട്ടുക. നിങ്ങൾ എന്താണോ അതാണ് കിട്ടുക. അതായത് നമ്മൾ ചെയ്തനുസരിച്ചിട്ടല്ലേ കിട്ടുള്ളൂ. നമ്മൾ ആഗ്രഹം അനുസരിച്ച് തരാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഇതെല്ലാം നമ്മുടെ വലിയ വലിയ ലീഡേഴ്സിന്റെ വാക്കുകൾ നമുക്ക് മറക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇത്ര വലിയ എന്താ പറയണ്ടേ കമ്പനിയെ കുറിച്ച് ഇനി എന്താ പറയാനുള്ളത്? ഇനി ഞാൻ ഈ ഒരു ചെറിയ കഥ പറയാം. കുറെ കേട്ട് കഴിയുമ്പോ ഒരു കഥ കേൾക്കുക ഒരു സുഖല്ലേ. പിന്നെ കഥ കഴിഞ്ഞ ചെറിയൊരു കവിതയും ചെല്ലാം. അതോടുകൂടി അവസാനിപ്പിക്കാം. ശരി. ഒരു മരത്തുമ്മ ഇതൊക്കെ ലീഡേഴ്സിന്റെ കയ്യിൽ നിന്ന് കിട്ടണ കേട്ടോ, എൻ്റെ ഒന്നും അല്ലേ. അപ്പൊ ഒരു മരത്തുമ്മ 2 കുരങ്ങന്മാരുണ്ടായിരുന്നു. ഒരു ആൺകുരങ്ങനും അതിന്റെ പെൺകുരങ്ങനും. അപ്പൊ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അവർക്ക് ഒരു അശരീരി കേട്ടു. എന്താണെന്ന് വെച്ചാൽ അടുത്തൊരു പൊയ്കയുണ്ട്. ആ പൊയ്കയില് ആദ്യം മുങ്ങിപ്പൊങ്ങണവര് പെണ്ണാണെങ്കിൽ സുന്ദരിയായിരിക്കും, ആണാണെങ്കിൽ സുന്ദരനായിരിക്കും. അപ്പോ ഇത് കേട്ട മതി കേൾക്കാത്ത മതി പെണ്ണെടുത്ത് ചാടി. പെണ്ണ് പൊങ്ങിയപ്പോ അതീവ സുന്ദരി. അപ്പോ ഇയാൾക്ക് ഇതേതാ ഞാനാ ചേട്ടാ എന്ന് പറയുന്നുണ്ട് ഈ കുരങ്ങ. പക്ഷെ ഇയാൾക്ക് ഇത്ര സുന്ദരി ഇയാൾ മുങ്ങി നോക്കി. എവിടെ? അങ്ങനെ തന്നെ, കുരങ്ങൻ തന്നെ. അപ്പൊ എന്താ ഇതിന് നമുക്ക് RCM കൂടി അതിൽ എന്താ മനസ്സിലാക്കേണ്ടത്? RCM നമ്മൾ ആദ്യം ചെയ്തു കഴിഞ്ഞാലേ നമ്മൾ രക്ഷപ്പെടുള്ളൂ. പിന്നെ എന്ന് വിചാരിച്ചാൽ രക്ഷപ്പെടില്ല. അതാണ് ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഒരു ചെറിയൊരു കവിത, അത് ഞാൻ എഴുതിയതാണ്. മലയാളത്തില് ധാരാളം കവിതകളുണ്ട്. അത് പല വൃത്തങ്ങളിലും പല അലങ്കാരങ്ങളിലും ആണ്. അതായത് വൃത്തം പല അക്ഷരങ്ങള്. ഇപ്പോ 12 അക്ഷരം, 18 അക്ഷരം, 24 അക്ഷരം, അങ്ങനെ പല അക്ഷരങ്ങളിൽ കൂടിയാണ് അത്. അപ്പോ ചുരുക്കം പറയാൻ വെച്ചാൽ ഒരു കവിത: രം നരം നരം നിരന്നു വരുമെങ്കിലോ കുസുമമഞ്ജരി. കുസുമമഞ്ജരി വൃത്തത്തിന്റെ ലക്ഷണമാണത്. അതിന് കവിത: വഞ്ചിയിൽ പുഴയൊഴുക്കിലങ്ങനെ തുഴഞ്ഞിടാതയമരുന്ന പോൽ. അതാണ് അതിൻ്റെ. അതുപോലെ തപജഞ്ചങ്ക പല വൃത്തങ്ങളുണ്ട്, കവിതകളുണ്ട് പല വൃത്തങ്ങളിൽ. ഇത് എങ്ങനെയാന്ന് വെച്ചാൽ 8 അക്ഷരമുള്ള വൃത്ത. അനുഷ്ഠിപ്പ് എന്ന് പറയും. അനുഷ്ഠിപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. വിത്തമെന്തിനുമർത്യർക്കൂ വിദ്യ കൈവശമാകുകിൽ എണ്ണയുണ്ടെങ്കിൽ നറുനൈ വേറിട്ടു കരുതേണമോ. ആ വൃത്താണ് അതിൽ ഞാൻ എഴുതിയേക്കുന്നത്.
എല്ലാവരും അനുവാദത്തോടു കൂടി ഞാൻ ചെല്ലട്ടെ. വരുവിൻ പങ്കുചേരാനായി വരമായിരു കാണുവിൻ, കൊടുക്കുന്നവനോടൊപ്പം എടുക്കുന്നോനു തൃപ്തയാം. വരുവിൻ പങ്കുചേരാനായി വരമായിരു കാണുവിൻ, കൊടുക്കുന്നവനോടൊപ്പം എടുക്കുന്നോനു തൃപ്തയാം. ആർസിയം എന്നു കേൾക്കുമ്പോൾ ആർക്കു സന്തോഷമായിടാ, സുതാര്യ വിപണിക്കുള്ള സുഖം സമ്പാദ്യ സാധകം. ആർസിയം എന്നു കേൾക്കുമ്പോൾ ആർക്കു സന്തോഷമായിടാ, സുതാര്യ വിപണിക്കുള്ള സുഖം സമ്പാദ്യ സാധകം. ഉണർന്നാൽ പിന്നെ രാത്രി നാം ഉറങ്ങും വരെ വേണ്ടതാം, സർവസാധനവും നൽകാൻ സർവദാ സർവദാ റെഡി. ഉണർന്നാൽ പിന്നെ രാത്രി നാം ഉറങ്ങും വരെ വേണ്ടതാം, സർവസാധനവും നൽകാൻ സർവദാ സർവദാ റെഡി. ശുദ്ധ ഭക്ഷണമെന്നല്ല കൃത്യമാം ഔഷധങ്ങളും, രണ്ടുമൊന്നാം ഭക്ഷ്യപേയം കണ്ടുകൊള്ളുക ലോകരേ. ശുദ്ധ ഭക്ഷണമെന്നല്ല കൃത്യമാം ഔഷധങ്ങളും, രണ്ടുമൊന്നാം ഭക്ഷ്യപേയം കണ്ടുകൊള്ളുക ലോകരേ. വിവിധോൽപ്പന്ന സംഭാരം വിശേഷ ഗുണസംഭൃതം, ഉപഭോക്താവറിഞ്ഞുള്ള വിശ്വാസം വാക്കിനപ്പുറം. വിവിധോൽപ്പന്ന സംഭാരം വിശേഷ ഗുണസംഭൃതം, ഉപഭോക്താവറിഞ്ഞുള്ള വിശ്വാസം വാക്കിനപ്പുറം. ഇവിടെ കിട്ടിടാതൊന്നും ഇല്ല ലോകത്തിലെങ്ങുമേ, ലോകത്തിലുള്ളവ സർവത്ര ലോകർക്കിങ്ങു ലഭിച്ചിടും. ഇവിടെ കിട്ടിടാതൊന്നും ഇല്ല ലോകത്തിലെങ്ങുമേ, ലോകത്തിലുള്ളവ സർവത്ര ലോകർക്കിങ്ങു ലഭിച്ചിടും. പരീക്ഷിച്ചുള്ള ബോധ്യത്താൽ പരിപാലിപ്പു ബുദ്ധിമാൻ, ആ ബോധ്യമാണാർസിയം 1000 കൈകളേൽപ്പിതും. പരീക്ഷിച്ചുള്ള ബോധ്യത്താൽ പരിപാലിപ്പു ബുദ്ധിമാൻ, ആ ബുദ്ധിയാണാർസിയം 1000 കൈകളേൽപ്പതും. ഇടത്തട്ടുകളില്ലാതെ വീട്ടിലെത്തുന്ന ഭാഗ്യമാം, വാങ്ങിയുണ്ണുക വിൽക്കാനും വരൂ പങ്കാളിയാകുവാൻ. ഇടത്തട്ടുകളില്ലാതെ വീട്ടിലെത്തുന്ന ഭാഗ്യമാം, വാങ്ങിയുണ്ണുക വിൽക്കാനും വരൂ പങ്കാളിയാകുവാൻ. എല്ലാവർക്കും ആർസിയിൽ കൂടി നല്ല നല്ല വിജയങ്ങൾ ഉണ്ടാകട്ടെ. അതുപോലെ തന്നെ എനിക്ക് ഈ പ്രായത്തില് ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് 2 വാക്ക് പറയാൻ എന്നെ അനുവദിച്ച എല്ലാ ബഹുമാനപ്പെട്ട ലീഡേഴ്സിനോടും ഞാൻ നന്ദി പറഞ്ഞുകൊള്ളട്ടെ. എല്ലാവർക്കും ആർസിഎമ്മിൽ കൂടി നല്ല നല്ല വിജയങ്ങൾ ഉണ്ടാകട്ടെ. എല്ലാവരും ഉന്നതമായ നിലയിൽ എത്തിച്ചേരട്ടെ. എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും കിട്ടട്ടെ എന്ന് ഉള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ ആർസിഎം, ഗുഡ് ആർസിഎം, പൊന്നാർസിഎം. നമസ്കാരം.